എപ്പോൾ അലമാര തുറന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ആകെ ഡ്രസ്സൊക്കെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ഒതുക്കി വെക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അതിനുള്ളൊരു സാഹചര്യമല്ല, ഒരു താല്പര്യം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കരുതി ഇനി മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ആദ്യം എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. ഓരോ തട്ടായിട്ടാട്ടോ ചെയ്യണത്. ചിലപ്പോൾ എല്ലാം കൂടി എടുത്ത് പുറത്തിട്ടാലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. ഞാനൊരു സൈഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തപ്പോഴേക്കും സീമോൾ ഇതേ അപ്പുറത്തെ ഭാഗം തുറന്നിട്ട് എൻ്റെ ബാഗിൽ നിന്ന് പൈസയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവളുടെ അടുത്ത് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അവ തുറക്കുക. ആദ്യം സീമോളുടെ ഡ്രസ്സ് വെക്കുന്ന ഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ അവളുടെ ഇങ്ങനത്തെ ഈ പൊങ്ങി നിൽക്കുന്ന ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മടക്കി വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ഒതുക്കി വെച്ചാലും അങ്ങനെ പൊന്തിയിട്ട് നിൽക്കും. ശരിക്കും ഇതൊരു ഹാങ്ങർ പോലത്തെ സംഭവം ഉണ്ടെച്ചെങ്കിൽ അതുമ്മ ഹാങ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഈ ഡ്രസ്സ് കണ്ടോ, ഇത് ഞാൻ സീമോളുടെ പിറന്നാളിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോന്നലാണ്. ഒരു സെക്ഷൻ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആദ്യം ബുക്കായിട്ട് വന്നിട്ടുണ്ട്, അവന് ഹോംവർക്ക് ഉള്ളത് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട്. അടിയത്തെ ഷെൽഫൊക്കെ ആകുമ്പോഴേക്കും മടുത്ത് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇടുക ചെയ്തത്. പിന്നെ ബെഡിൽ കൊണ്ടുവച്ചിട്ട് മടക്കി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ നിന്നില്ല, ഒക്കെ താഴെ ഇരുന്നിട്ട് പിന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതധികം വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് ഈ ഭാഗത്തിരിക്കുന്നത്. പിന്നെ അതിൽ നല്ല ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഡ്രസ്സുകളൊക്കെ മേലേക്കും വെക്കുന്നുണ്ട്, താഴെ എന്നിടുന്ന ഡ്രസ്സുകൾ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധം അതാ മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇനി ഏറ്റവും മേലത്തെ ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ. ആ ഭാഗം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഭാഗമൊക്കെ ക്ലീനാക്കി. സി എം മോളേനെ ഞാനിവിടെ കുറേ ബുക്കൊക്കെ കൊടുത്തിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ്.